ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ഇത്തവണ കുന്നംകുളത്തേക്കാണ് മോദി എത്തുന്നതെന്നാണ് വിവരം. ഏപ്രിൽ 15-ന് കുന്നംകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാവിലെ 11 മണിക്കായിരിക്കും മോദി പരിപാടിയിൽ പങ്കെടുക്കാനെത്തുക. തൃശൂർ ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കുന്നംകുളം. ഇ.ഡി. അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെയായി കൊഴുക്കുന്ന കരുവന്നൂർ കേസിൽ CPM-ന് പ്രതിരോധത്തിലാക്കാൻ പ്രധാനമന്ത്രിയെ നേരിട്ട് രംഗത്തിറക്കാനാണ് BJP-യുടെ ശ്രമം. നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമല്ല, ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ കൂടി സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് മോദിയുടെ വരവിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ കരുവന്നൂർ ഉൾപ്പെടുന്ന പ്രദേശമായ ഇരിങ്ങാലക്കുടയിലേക്ക് മോദിയെ എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിരുന്നു. എന്നാൽ കുന്നംകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കരുവന്നൂർ വിഷയം CPM-നെതിരെ ശക്തമായ ആരോപണവുമായി ഉന്നയിക്കുന്നതിനൊപ്പം കോൺഗ്രസിനെയും ലക്ഷ്യമിടാനാണ് BJP-യുടെ ശ്രമം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നയമാണ് ഇതിൽ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കരുവന്നൂർ അഴിമതിയിൽ കാര്യങ്ങൾ CPM-ന്റേതാണ് എന്ന് ആവർത്തിച്ചു പറയുന്നതിനൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് CPM-നെതിരെ ശക്തമായ പ്രചരണം അഴിച്ചുവിടാത്തത് ഇരു കൂട്ടരും തമ്മിലുള്ള ഒത്തുകളിയുടെ സൂചനയാണെന്നാവും പ്രധാനമായും BJP-യുടെ പ്രചരണം. അതിനിടെ കരുവന്നൂർ കേസിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ED മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്. മുൻ MP-യും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജു, ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM കൗൺസിലർ AK ഷാജൻ എന്നിവരാണ് EDയുടെ റഡാറിലുള്ളത്. ഇതിനിടെ CPM-ന് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ED ഉന്നയിക്കുന്നത്. എന്നാൽ ഇതെല്ലാം CPM നിഷേധിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി നടത്തുന്ന നാടകമാണിതെന്നാണ് CPM തീർക്കുന്ന പ്രതിരോധം. ഇതിനായി ദേശീയ തലത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ ഉൾപ്പെടെ അവർ കൂട്ടുപിടിക്കുന്നുമുണ്ട്. എന്തായാലും മോദിയുടെ വരവോടെ തൃശൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാവും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കുന്നംകുളത്തെ പ്രസംഗത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയണം. അതേസമയം രാജ്യത്തെ 543 ലോക്സഭാ സീറ്റുകളിൽ തനിച്ച് 370 സീറ്റുകൾ നേടുകയെന്ന വലിയ മോഹമാണ് BJP-ക്കുള്ളത്. പാർട്ടിക്ക് തനിച്ച് 370 സീറ്റുകൾ നേടാൻ സാധിച്ചാൽ മുന്നണിയുടെ സീറ്റ് നില 400 കടക്കുമെന്നും BJP നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ഇതിനായുള്ള പ്രവർത്തനം ഇന്നും ഇന്നലെയുമല്ല, 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ BJP ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019-ൽ തോറ്റതോ മത്സരിക്കാത്തതോ ആയ 144 സീറ്റുകൾ ഉന്നമിട്ടതോടെയാണ് 2022-ൽ തുടങ്ങിയെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്ന മിഷൻ 370 ആരംഭിച്ചതെന്നാണ് സൂചന. പിന്നീട് നേതൃത്വം ഈ എണ്ണം 160 അതായത് ഈ 160 സീറ്റുകളിൽ പകുതിയിലെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ പാർട്ടിയുടെ ലക്ഷ്യം നിറവേറും. ഈ 160 സീറ്റുകളിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരവും തൃശൂരുമൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. 2014-ൽ അധികാരത്തിലെത്തിയതു മുതൽ പാർട്ടി തങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനായി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2014-ൽ 282 സീറ്റുകൾ നേടിയ പാർട്ടി 2019-ൽ 21 സീറ്റുകൾ കൂട്ടി 303 സീറ്റുകളിലെത്തി. 1984-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 403 സീറ്റുകൾ നേടിയതാണ് രാജ്യചരിത്രത്തിൽ തന്നെ ഒരു പാർട്ടി പാർലമെന്റിൽ നേടിയ ഏറ്റവും ഉയർന്ന സീറ്റ് നില. ഇത്തവണ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.